വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെയും ആൺ സുഹൃത്തിനെയും കാറിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമം. സംഭവത്തിൽ ഒരാളെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടുവത്ത് വെള്ളാമ്പുറം സ്വദേശി തുള്ളിശ്ശേരി അജ്മൽ എന്ന 20-കാരനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ ശക്തമായ കരുനീക്കങ്ങളുമായി CPIM. സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിലെത്തുക മലപ്പുറം ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ദാമോദരൻ വെങ്ങാട്. വണ്ടൂരിൽ നടന്ന പരിപാടിയിൽ ഇന്ന് സ്ഥാനാർത്ഥിയാകുന്ന ദാമോദരൻ വെങ്ങാട് പങ്കെടുത്തു. പ്രിയങ്ക ഗാന്ധി MP നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ സാക്ഷ്യപത്രമായി ഒപ്പോത് പുറത്തിറങ്ങി. MP-യുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ബുക്കാണ് ഒപ്പോത്. പ്രകാശനം PK ബഷീർ MLA, AP അനിൽകുമാർ MLA-ക്ക് നൽകി നിർവഹിച്ചു. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെയും ആൺ സുഹൃത്തിനെയും കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ ഒരാളെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടൂർ നടുവത്ത് വെള്ളാമ്പുറം സ്വദേശി തുള്ളിശ്ശേരി അജ്മൽ എന്ന 20-കാരനെയാണ് നിലമ്പൂർ CI ബിനുവും സംഘവും തൃശൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. 9-ാം തീയതി തിങ്കളാഴ്ച രാത്രി മമ്പാട് പൊങ്ങല്ലൂരിൽ വെച്ചാണ് കൊലപാതക ശ്രമം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. മമ്പാട് സ്വദേശിയായ യുവതിയും വടപുറം സ്വദേശിയായ ആൺസുഹൃത്തും ബൈക്കിൽ പോകവെ കാറിൽ പുറകിലെത്തി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ഇരുവർക്കും പരിക്കേറ്റു. വടപുറം സ്വദേശി ആൺസുഹൃത്തിന്റെ പരിക്ക് ഗുരുതരമാണ്. 3 വാരിയെല്ലുകൾക്ക് ക്ഷതമേറ്റ ഇയാൾ വണ്ടൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അജ്മലിനെ അറസ്റ്റ് ചെയ്തത്. യുവതിയെ വിവാഹം ചെയ്യാൻ താൽപര്യം പ്രകടിപ്പിച്ച് പ്രതി അജ്മൽ പുറകെ നടന്നിരുന്നതായി പോലീസ് പറഞ്ഞു. ബന്ധുക്കളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചിലരെയും കൂട്ടി യുവതിയുടെ വീട്ടിൽ പോയി വിവാഹ കാര്യങ്ങളും സംസാരിച്ചിരുന്നതായി പോലീസ് പറയുന്നു. യുവതി വിവാഹത്തിന് തയ്യാറാകാതെ പിന്മാറിയതിന്റെ പ്രതികാരമായാണ് കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ തിരിച്ചുപിടിക്കുവാൻ ശക്തമായ കരുനീക്കങ്ങളുമായി രംഗത്തേക്കിറങ്ങുകയാണ് CPIM. കാലങ്ങളായി UDF-ന്റെ ഉറച്ചകോട്ടയായ AP അനിൽകുമാർ MLA തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുവാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കുവാനാണ് തീരുമാനം. ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് CPIM-ന്റെ പ്രമുഖ അധ്യാപക സംഘടനാ ഭാരവാഹി കൂടിയായിരുന്ന വളാഞ്ചേരി വെങ്ങാട് സ്വദേശി മലപ്പുറം ഗവൺമെന്റ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ കൂടിയായിരുന്ന ദാമോദരനെയാണ്. ദാമോദരൻ വണ്ടൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ നടന്ന പാർട്ടി യോഗത്തിലും ദാമോദരൻ വെങ്ങാട് പങ്കെടുത്തു. കഴിഞ്ഞ 25 വർഷമായി UDF-ന്റെ ഉരുക്കുകോട്ടയായി തുടരുന്ന വണ്ടൂരിൽ ഇത്തവണ അട്ടിമറി വിജയം ലക്ഷ്യമിട്ടാണ് LDF കളത്തിലിറങ്ങുന്നത്. 2001 മുതൽ തുടർച്ചയായി UDF വിജയിച്ചു വരുന്ന മണ്ഡലമാണിത്. വളാഞ്ചേരി വെങ്ങാട് സ്വദേശിയായ ദാമോദരൻ ഇടതുപക്ഷ അനുകൂല അധ്യാപക സംഘടനയായ KSTA-യുടെ സജീവ പ്രവർത്തകനാണ്. വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് വോട്ടായി മാറുമെന്നാണ് LDF ക്യാമ്പിന്റെ പ്രതീക്ഷ. വണ്ടൂരിലെ CPIM പാർട്ടി ഓഫീസിലെത്തിയ ദാമോദരൻ വെങ്ങാട് മാധ്യമങ്ങളോട് സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷമായി
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ചെയ്ത കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ ഒരു തരത്തിലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കിട്ടാത്ത ഒരു വീടും വണ്ടൂരെന്നല്ല ഒരു നിയമസഭാ മണ്ഡലത്തിലുണ്ടായിരിക്കില്ല. വണ്ടൂർ പ്രത്യേകിച്ച് ഒരു റിസർവേഷൻ മണ്ഡലം ആയതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഗുണങ്ങൾ നന്നായി പ്രതിഫലിക്കുമെന്നുള്ളതുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണിയുള്ളത്. എനിക്ക് ഏറ്റുമുട്ടിയിട്ടൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പക്ഷേ അനിൽകുമാറുമായി ആയിരിക്കും ഒരു പക്ഷേ ഏറ്റുമുട്ടേണ്ടി വരുന്നത്. ഇവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാർട്ടി പല ഭാഗങ്ങളിൽ ആളുകളെ വിന്യസിച്ചിട്ടുണ്ട്. ആ നിലയിൽ വണ്ടൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം എന്ന പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും വികസനമാണ്. വികസനം ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ നാട്ടിലെ സമാധാനം, അതുപോലെ സകല ജാതിയിൽപ്പെട്ട സകല മതസ്ഥരായിട്ടുള്ള ആളുകളുടെയും ഉന്നമനം, മനസമാധാനപൂർണമായ ജീവിതം, അതുപോലെ വലിയ വിദ്യാഭ്യാസ പുരോഗതി, ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടത് എന്നാണ് ഇടതുപക്ഷം പൊതുവിൽ ധരിച്ചിട്ടുള്ളത്. അത് വണ്ടൂരിൻ്റെ വികസനം യഥാർത്ഥത്തിൽ കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ ഈ കഴിഞ്ഞ 10 വർഷം നിഴലിച്ച ആ വികസനത്തിൻ്റെ വേവ് വണ്ടൂരിൽ യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. നിലവിലെ MLA AP അനിൽകുമാറിനെതിരെ മണ്ഡലത്തിൽ ഉയരുന്ന ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുവാനാണ് CPIM ലക്ഷ്യമിടുന്നത്. ദാമോദരൻ വെങ്ങാടിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ വണ്ടൂരിൽ ഇത്തവണ ശക്തമായ മത്സരം നടക്കുമെന്ന് ഉറപ്പായി. കാലങ്ങളായുള്ള വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം എന്ന ആവശ്യത്തിന് ഇപ്പോൾ കൂടുതൽ വേഗം കൈവന്നിരിക്കുകയാണ്. ജനകീയ സമരങ്ങളെയൊക്കെ തുടർന്ന് ഈ വിഷയം ഇപ്പോൾ കൂടുതലായും അധികാരികളുടെ കൺമുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്ഥലം MLA AP അനിൽകുമാർ വിവിധങ്ങളായ ഇടപെടലുകളാണ് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഇപ്പോൾ ഊർജിതമാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി വരുന്നത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് AP അനിൽകുമാർ MLA ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് കത്തും കൈമാറി. വണ്ടൂർ മണ്ഡലത്തിലെ പ്രധാന വികസന പദ്ധതിയായ വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. റെയിൽ വഴി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാണ് MLA ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശ്രീ രാഹുൽ ഗാന്ധി ഇടപെട്ട് 20,90,00,000 രൂപ അദ്ദേഹം ഈ റെയിൽവേ ഓവർബ്രിഡ്ജിന് ആർഒബിക്ക് വേണ്ടി നീക്കിവെച്ചതാണ്. അത് നീക്കിവെച്ചിട്ട് ഏതാണ്ട് 5 വർഷം കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും വൈകി പോകുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട അലൈൻമെന്റിന് അംഗീകാരം വാങ്ങുക എന്നുള്ളത് നടത്താൻ നമുക്ക് കഴിഞ്ഞു. ട്രാഫിക് സ്റ്റഡി നമ്മൾ നടത്തി, DPR അംഗീകാരം വാങ്ങി, മണ്ണ് പരിശോധന നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലാൻഡ് അക്വിസിഷനാണ്. ഇവർ കൊടുത്ത DPR അനുസരിച്ച് റെയിൽവേ ഓവർബ്രിഡ്ജ് പോകുന്ന ഭാഗങ്ങളിലെ കെട്ടിടങ്ങളും സ്ഥലവും ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യം, 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ന് നമുക്ക് ഈ റെയിൽവേക്ക് ആവശ്യമായ സ്ഥലം എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KRDCL മലപ്പുറം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണത്. കാരണം ഇത് നടത്തി കഴിഞ്ഞാൽ ഈ ഒരു ഭൂമി ഏറ്റെടുത്ത് അത് റെയിൽവേക്ക് നൽകിക്കഴിഞ്ഞാൽ റെയിൽവേ ഒട്ടും താമസമില്ലാതെ പ്രവൃത്തി ആരംഭിക്കും. ഞാൻ ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് കളക്ടർക്ക് നൽകിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അറിയിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ നടപടിക്രമം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. KRDCL തയ്യാറാക്കിയ DPR റെയിൽവേ അംഗീകരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി AP അനിൽകുമാർ MLA കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പദ്ധതിയുടെ വേഗത വർദ്ധിപ്പിക്കണമെന്ന് MLA റെയിൽവേ മന്ത്രിയോട് നേരിൽ ആവശ്യപ്പെടുകയുമുണ്ടായി. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി MP നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി
ഒപ്പോത് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. PK ബഷീർ MLA, AP അനിൽകുമാർ MLAക്ക് നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. MP ആയതിനു ശേഷം വയനാട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു നേർസാക്ഷ്യമാണ് ഒപ്പോത് എന്ന് പേരിട്ട കൈപ്പുസ്തകം. നിലമ്പൂരിലെ ചോലനായിക്യ സമൂഹത്തിന്റെ തനത് ഭാഷയിൽ ഒപ്പോത് എന്നാൽ ഒരുമിച്ചുള്ള യാത്ര എന്നാണ് അർത്ഥം. 2024 നവംബർ 28 പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുതൽ ഒരു വർഷക്കാലം നാടിന്റെ വികസനത്തിനായി പ്രിയങ്ക ഗാന്ധി നടത്തിയ ഇടപെടലുകളാണ് പുസ്തകത്തിലുള്ളത്. നമ്മുടെ പ്രിയങ്കരയായ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവിടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അവരുടെ ഓരോ കാര്യങ്ങളുള്ള ഇടപെടലുകൾ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ നേട്ടങ്ങളുടെ ഒരു പട്ടികയാണ് ഇന്ന് ബഹുമാന്യായ ശ്രീ അനിൽകുമാർ MLA അവരിൽ നിന്ന് ഒപ്പ് തന്ന പുസ്തകം ഞാൻ ഏറ്റുവാങ്ങിയത്. നമ്മളെ MP സംബന്ധിച്ചിടത്തോളം കേവലം MP അല്ല, MP ഫണ്ടും കേന്ദ്ര ഫണ്ടും എന്നല്ല, അവർ CSR ഫണ്ട് ഒരുപാട് ഫണ്ടുകൾ നമുക്ക് തന്നു. അംഗനവാടികൾ ഹൈടെക് ആക്കാൻ വേണ്ടി കണ്ട് 49 ലക്ഷം റുപ്യാണ് ഓരോ അംഗനവാടിക്ക് തന്നത്. ഏത് MP-മാരുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ ചോദിച്ച സ്കൂളുകൾക്കൊക്കെ ലാപ്ടോപ്പ് ഒക്കെ CSR ഫണ്ടുകൾ, ഒരുപാട് ഫണ്ടുകൾ. പിന്നെ എല്ലാവരെയും ഇടപെടും, എല്ലാ വിഭാഗം ജനങ്ങളെയും, എല്ലാ സാമുദായിക നേതാക്കന്മാർ എല്ലാവരും അവരങ്ങോട്ട് പോയി കണ്ട് അവരോടൊക്കെ അവരുടെയൊക്കെ വിഷയങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ഒരു MP-യാണ് നമ്മുടെ പ്രിയങ്കരായ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി. അവരുടെ ഒരു കൊല്ലത്തെ നേട്ടങ്ങൾ നമ്മളെല്ലാവരും ഇത് എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കണം. എന്നിട്ട് അവിടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും 100 മാർക്ക് കൊടുത്ത പ്രവർത്തനമാണ് നമ്മുടെ MP പ്രിയങ്ക ഗാന്ധി നമ്മുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കേന്ദ്രത്തെ കൊണ്ട് പ്രഖ്യാപിച്ചു. നിലമ്പൂർ റോഡ് അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കി. കൂടുതൽ ട്രെയിൻ സർവീസുകളും സ്റ്റോപ്പുകളും അനുവദിച്ചു. നിലമ്പൂർ തുവ്വൂർ സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. വയനാട് മെഡിക്കൽ കോളേജിന് 50 MBBS സീറ്റുകൾ അനുമതി ലഭ്യമാക്കി. തുടങ്ങിയ വികസന മുന്നേറ്റങ്ങളാണ് ബുക്കിൽ പരാമർശിക്കുന്നത്. 2025 ഡിസംബർ 31 വരെ അവർ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിനു വേണ്ടി പാർലമെന്റിലും ഒക്കെ നടത്തിയ ഇടപെടലുകൾ, വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒപ്പോത് എന്നുള്ള പേരിട്ട ഒരു പുസ്തകം ഇന്ന് പ്രകാശിപ്പിക്കുകയാണ്. ഒരു പാർലമെന്റ് അംഗം ഒരു വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്തി അത് ജനങ്ങളിലേക്ക് നൽകുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. അത് ജനപ്രതിനിധികൾക്ക് ഒരു മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചടങ്ങിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ P ഖാലിദ് മാസ്റ്റർ, KC കുഞ്ഞി മുഹമ്മദ്, ആലിപ്പറ്റ ജമീല, TP ഗോപാലകൃഷ്ണൻ, ജബീബ് സുക്കീർ, VAK തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഇനി റേഷൻ വാങ്ങുവാൻ കാടിറങ്ങി വരേണ്ടതില്ല. ഉന്നതികളിലേക്ക് നേരിട്ട് ഇനി റേഷൻ സാധനങ്ങൾ എത്തുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയ്ക്ക് പോത്തുകല്ല് പഞ്ചായത്തിൽ പ്രവർത്തനമായി. പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ 4 ഉന്നതികളിലേക്കാണ് സഞ്ചരിക്കുന്ന റേഷൻ കട ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ ഈ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ഈ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പോത്തുകല്ല് പഞ്ചായത്തിലെ ഇരുട്ടുകുത്തി, തരിപ്പപ്പൊട്ടി, വാണിയമ്പുഴ, കുമ്പളപ്പാറ എന്നീ ഉന്നതികളിലെ 130 കുടുംബങ്ങൾക്കാണ് ഈ സഞ്ചരിക്കുന്ന റേഷൻ കട ഉപകരിക്കുക. ഈ പോത്തുകല്ല് പഞ്ചായത്തിലെ കുമ്പളപ്പാറ ഉൾപ്പെടെയുള്ള ഉന്നതികളിൽ താമസിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് ഇവിടെ റേഷൻ വാങ്ങാൻ എത്തിച്ചേരണമെങ്കിൽ 4 മുതൽ 9 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് റേഷൻ കടയിലെത്തുവാൻ, അതുകൊണ്ട് തന്നെ നിരവധി പ്രയാസങ്ങൾ, ഓരോ മാസത്തെയും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിപ്പോകാനുള്ള അസൗകര്യങ്ങൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഭക്ഷ്യവകുപ്പ് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങൾക്കും
സൗജന്യമായി കൃത്യതയോടുകൂടി ഭക്ഷ്യധാന്യം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നത്. ഒറ്റപ്പെട്ടതും യാത്രാ സൗകര്യങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകുന്നതിനായാണ് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. പകൽ പോലും കാട്ടാനകൾ മേയുന്ന കാട്ടിലൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ആദിവാസികൾ റേഷൻ വാങ്ങുവാൻ കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ചിരുന്നത്. കുമ്പളപ്പാറ ഉന്നതിയിലെ കുടുംബങ്ങൾ 10 കിലോമീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിച്ചു വേണം മുണ്ടേരിയിലെ റേഷൻ കടയിലെത്താൻ. സഞ്ചരിക്കുന്ന റേഷൻ കട സജ്ജമാകുന്നതോടെ ഇവരുടെ ഈ കഷ്ടപ്പാടിന് അറുതിയാകും. ചടങ്ങിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര, പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫുനീസ, മെമ്പർമാരായ പി മാധവൻ, അനിൽകുമാർ, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ടി അജിത് കുമാർ, ജില്ലാ സപ്ലൈ ഓഫീസർ AS ബീന, നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ VP ബാലകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശേഷം ആദിവാസി കുടുംബങ്ങൾക്കുള്ള റേഷൻ സാധനങ്ങളുടെ വിതരണവും നടന്നു. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CPIM വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച സംസ്ഥാന സമിതി അംഗമായിരുന്ന EN മോഹൻദാസിനെ അനുസ്മരിച്ചു. കുഞ്ഞാലിമന്ദിരത്തിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VM ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ സീനിയർ എന്നത് നിലയ്ക്കല്ല, ഒരാളുടെ കഴിവിനെ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യോഗ്യതയെ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ, അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യത്തെ ഒട്ടും കുറച്ച് കാണിക്കാതെ സമൂഹത്തിൽ അതല്ലെങ്കിൽ നമുക്കിടയിൽ അവതരിപ്പിക്കുന്നിടത്തും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള കുറവും അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതിൽ നിന്ന് നമുക്ക് തന്നെ ഓർത്തെടുക്കാൻ കഴിയും. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P ഷീന അധ്യക്ഷയായിരുന്നു. അസീസ് ചാത്തോലി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, പ്രൊഫസർ KK ദാമോദരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ N കണ്ണൻ, PK മുബഷീർ, E ലിനീഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെയും അവകാശ നിഷേധത്തിനുമെതിരെ KSSPA-യുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് AP വേലായുധൻ നയിക്കുന്ന ജീവിത സമരയാത്രയുടെ ഉത്തരമേഖലാ ജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി.
വണ്ടൂർ ഏറനാട് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് KSFPA എന്ന് പറയുന്നത് എനിക്ക് ഏറെ അഭിമാനമുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് ആ രീതിയിലാണ് KSFPA നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ഏറ്റവും അനുഭാവപൂർവ്വം നമ്മൾ പരിഗണിക്കുമെന്നുള്ള കാര്യം സംശയം. ഇവിടെ സൂചിപ്പിച്ചത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റം വളരെ വലിയ രീതിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുത്ത നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് ആ പാർട്ടിയോട് വിട പറയുന്ന സാഹചര്യം, പ്രാദേശിക തലങ്ങളിൽ പോലും പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഭരണത്തിൽ നിന്നുള്ള പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പടിയിറക്കം മാത്രമല്ല, പാർട്ടിയുടെ തകർച്ചയിലേക്കുള്ള തുടക്കം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പരാജയം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KT അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. KSSPA സംസ്ഥാന പ്രസിഡന്റ് AP വേലായുധൻ, വൈസ് പ്രസിഡന്റ് T വിനയദാസ്, സംസ്ഥാന സെക്രട്ടറി PC സുരേന്ദ്രൻ, DA ഹരിഹരൻ, KP വിജയകുമാർ, മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KC കുഞ്ഞി മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PT ഗോപാലകൃഷ്ണൻ, P ഉണ്ണികൃഷ്ണൻ, KSSPA വണ്ടൂർ നിയോജക മണ്ഡലം സെക്രട്ടറി C മെഹബൂബ, വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P ജബീബ് സുക്കീർ, KPSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P സുബരാജ്, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു മണി, ഏറനാട് KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് T ഉമ്മർ, അബ്ദുൾ റസാഖ്, NK രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് പൂക്കോട്ടുംപാടത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി റോസ്ഗാർ പരിപാടിയിൽ തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. പായമ്പാടത്ത് നടന്ന പരിപാടി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ ഉദ്ഘാടനം ചെയ്തു. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗം K രത്നകുമാർ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ശിവദാസൻ പദ്ധതി വിശദീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ V മോഹൻദാസ്, AITA V സജന, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് C സുജാത, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം PV കരുണാകരൻ, അമ്മിണി സീതക്കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിലാളികൾക്കായി ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 30ഓളം ഏജന്റുമാർ ഈ ഒരു ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരുന്നതാണ് ഇഫ്താർ സൗഹൃദ സംഗമം. വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. പരിപാടികൾക്ക് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് നെച്ചിക്കാടൻ സാഹിർ, സെക്രട്ടറി V ആബിദ്, നാലകത്ത് അമീൻ, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P ഇസാക്ക് പോരൂർ, റഷീദ് ഉദരംപൊയിൽ എന്നിവർ നേതൃത്വം നൽകി. പത്രമാധ്യമങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ഏജൻസികൾ തമ്മിലുള്ള ഒരു ഐക്യവും അതുപോലെ തന്നെ ഒരു സാഹചര്യവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഇഫ്താർ സംഗമം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇഫ്താർ സംഗമം പോലെ തന്നെ ഓണസദ്യയും ഞങ്ങൾ എല്ലാ വർഷം ഏജൻസി അസോസിയേഷൻ സംഘടിപ്പിക്കാറുണ്ട്. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെയും ആൺ സുഹൃത്തിനെയും കാറിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമം. സംഭവത്തിൽ ഒരാളെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടുവത്ത് വെള്ളാമ്പുറം സ്വദേശി തുള്ളിശ്ശേരി അജ്മൽ എന്ന 20-കാരനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ ശക്തമായ കരുനീക്കങ്ങളുമായി CPIM. സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിലെത്തുക മലപ്പുറം ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ദാമോദരൻ വെങ്ങാട്. വണ്ടൂരിൽ നടന്ന പരിപാടിയിൽ ഇന്ന് സ്ഥാനാർത്ഥിയാകുന്ന ദാമോദരൻ വെങ്ങാട് പങ്കെടുത്തു. പ്രിയങ്ക ഗാന്ധി MP നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ സാക്ഷ്യപത്രമായി ഒപ്പോത് പുറത്തിറങ്ങി. MP-യുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ബുക്കാണ് ഒപ്പോത്.
പ്രകാശനം PK ബഷീർ MLA, AP അനിൽകുമാർ MLAക്ക് നൽകി നിർവഹിച്ചു. പ്രിയപ്രേക്ഷകർ, ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.